സന്ദീപ് എവിടെ? ഓ, അവനെ സത്രത്തിൽ പിടിച്ചിരുത്തിയിട്ട് നീ നിന്റെ ജോലിക്ക് പോയതായിരിക്കും അല്ലേ? ആ, ഇത് കഴിഞ്ഞിട്ട് വേണമായിരിക്കും നിനക്ക് അവന്റെ അടുത്ത് എത്താനായിട്ട്. സന്ദീപ് സത്രത്തിലേക്ക് പോയെന്നാ ഇവര് പറയുന്നത്. നീ അവനെ കണ്ടായിരുന്നോ? ജോലി തീർത്തിട്ട് കാണാൻ നിൽക്കായിരിക്കും മോള്. അതുകൊണ്ടാണല്ലോ അവൻ സത്രത്തിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. വാമേ, നമുക്ക് അമ്പലത്തിൽ പോ. അതെ, അവന് തോന്നുമ്പോ വരട്ടെ. ഇനി അതുമല്ല, ഇവളുടെ കൂടെ ജീവിക്കാനാണെങ്കിൽ അതും ആയിക്കോട്ടെ. അമ്മ വാ. സാരമില്ല കുട്ടി, അവള് വെറുതെ തെറ്റിദ്ധരിച്ചതാ. മോള് വിഷമിക്കണ്ട കേട്ടോ. അവനെ കാണുന്നെങ്കിൽ ഞങ്ങൾ അമ്പലത്തിലുണ്ടാവുമെന്ന് പറഞ്ഞാ മതി. മോളെ, സന്ദീപിന്റെ അമ്മ എന്താ ഇങ്ങനെ? നമ്മള് മനസ്സാവാതെ അറിയാത്ത കാര്യത്തിലാണല്ലോ അവർ ഈ പുകയിലൊക്കെ ഉണ്ടാക്കിയത്. അതെ അതെ, അവരുടെ മോൻ സത്രത്തിൽ പോയതിന് ഒന്നും അറിയാത്ത ഈ കുട്ടി എന്ത് പഠിച്ചു? പാവം. മോളെ, ദേവുട്ടി, ദേവുട്ടി, ദേവുട്ടി. ലക്ഷണം കണ്ടിട്ട് മോള് സത്രത്തിലേക്ക് പോവാണെന്ന് തോന്നുന്നു. ആ പയ്യൻ അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമാവുമല്ലോ സുരേന്ദ്ര. ആ പീഠം അവിടെ ഉള്ളപ്പോ ആ വഴിയെ അകത്ത് കിടക്കുക അസാധ്യം. എങ്ങനെയും കുട്ടിയെ തനിച്ചു പുറത്തു കൊണ്ടുവരണം. അതാ ചെറുപ്പക്കാരൻ ഇവിടെ ഉള്ളപ്പോ സാധ്യമല്ല. പിന്നെ എന്തു ചെയ്യും? ആ തിരുമേനി വരട്ടെ, അപ്പോഴേക്കും അവൻ പോകുമല്ലോ. അതൊരവസരമാക്കി മാറ്റാം. ഇക്കുറി എന്തായാലും അവളെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകൂ. ആഹാ, ഇത് കൊള്ളാലോ. ഇതെനിക്ക് ഡോക്ടറിന്റെ സമ്മാനമായിട്ട് തന്നതാ. ഓ, അത് ശരി. ഡോക്ടർ അങ്ങളുടെ ഗിഫ്റ്റ് ആണോ? ബ്യൂട്ടിഫുൾ.